ഹലോ എക്സാമിനർ ഫാമിലി, ഗുഡ് ഈവനിങ്. യെസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഡേ 3 എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എന്നുള്ള കാര്യം എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈസി ആയിരിക്കും എന്ന് മിസ്സിന് തോന്നുന്നു. വലിയ രീതിയിലുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ എല്ലാ ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് കൂടാതെ തന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇതോടെ കഴിഞ്ഞു. ഇനി എല്ലാം കഴിഞ്ഞു, വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നും കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ലൈവ്. അതായത് 27-ാം തീയതി നമ്മുടെ ലാസ്റ്റ് എക്സാം. നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പൊ ഇന്നും കൂടി കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ എക്സാം ഇന്നറിലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈവ് ആരും മിസ്സാക്കരുത്. ഇന്ന് കറക്റ്റ് 7:30 അഞ്ജലി മിസ് ഡബിൾ പവർ ആയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടൊക്കെ ലൈവിലോട്ട് ജോയിൻ ചെയ്യും. കറക്റ്റ് 7:30 ആകുമ്പോൾ തന്നെ നമ്മുടെ ലൈവിലൊക്കെ വരാം. അവസാനത്തെ എക്സാം ആണ്, സോ അത് നമുക്ക് പൊളിച്ചടുക്കി എഴുതണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ നോക്കാം. അപ്പൊ ആദ്യം നമ്മുടെ മാത്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ മക്കളെ, നമ്മുടെ കലണ്ടറിലെ ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കാനാണ്. അപ്പൊ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലത്തെ ലൈവിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതേപോലത്തെ ഒരു കലണ്ടർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുള്ള കളങ്ങളൊക്കെ മിസ് ഇവിടെ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. 17, അതേപോലെ ഇവിടെ ഒരു 18 ഉണ്ട്, ഇവിടെ ഒരു 24, 24 ഉണ്ട്, 25 ഉണ്ട്. ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടുള്ള കളങ്ങളൊന്നും ഫില്ല് ചെയ്യണ്ട എന്നുള്ള കാര്യം മിസ് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്, വിളവെടുപ്പ് ദിവസം ഫെബ്രുവരി 8-നാണെങ്കിൽ അത് ഏത് ദിവസമാണ് എന്നാണ്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് ഫെബ്രുവരി 8 ഇവിടെ മാർക്ക് ചെയ്യുക. അതിന് നേരെ മുകളിലുള്ളത് ഏതാ നോക്കിയാൽ മതി, ശനിയാഴ്ചയാണ് വിളവെടുപ്പ് ദിവസം എന്ന് കിട്ടി. ഇംഗ്ലീഷിലാകുമ്പോൾ സാറ്റർഡേ. ഇനി നമ്മുടെ വിളവെടുപ്പ് ഉത്സവം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ബുധനാഴ്ചയാണ് വിപണനമേള. അങ്ങനെയാണെങ്കിൽ വിപണനമേളയുടെ തീയതി എത്ര? അപ്പോൾ വിളവെടുപ്പ് ഉത്സവം 8-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ബുധനാഴ്ച എന്നാ വരുന്നത്? 12-ാം തീയതിയാണ്. അപ്പോൾ ഫെബ്രുവരി 12-ാം തീയതി. ഓക്കെ, അടുത്ത എന്താ, ഞായറാഴ്ചകളിൽ വിപണി അവധിയാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ എത്ര ഞായറാഴ്ചകളുണ്ട്? ഇതാ ഇവിടെ എണ്ണി നോക്കിയാൽ പോരെ. 1, 2, 3, 4 ഞായറാഴ്ചകൾ. ആ ഞായറാഴ്ച വരുന്ന ഡേറ്റ് എഴുതാനാണ് 2, 9, 16, 23. യെസ്, അപ്പം എല്ലാവരും കൃത്യമായിട്ട് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നമ്മുടെ വാഹന വിശേഷം എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് കുറച്ച് വാഹനങ്ങൾ തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളോടൊരു പാട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നോക്കിക്കേ, ഇവിടെ ഓൾറെഡി നമുക്കൊന്ന് തന്നിട്ടുണ്ട് അല്ലേ. ആഹാ വണ്ടികൾ എത്ര തരം, ചെറുതും വലുതും പലതരമായി, കിളിയെ പോലെ പറന്നിടും ചിറകുകളുള്ളൊരു വണ്ടി ഞാൻ. ഓക്കെ, അപ്പൊ അതാണ് വിമാനത്തിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് തീവണ്ടിനെ കുറിച്ച് ഈസി ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ആഹാ വണ്ടികൾ എത്ര തരം, ചെറുതും വലുതും പലതരമായി, ഞാനൊരു വമ്പൻ വണ്ടി, കൂകിപ്പായും തീവണ്ടി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നമ്മുടെ ബസ്സിന് എങ്ങനെ എഴുതാം? ആഹാ വണ്ടികൾ എത്ര തരം, ചെറുതും വലുതും പലതരമായി, പോം വണ്ടി, വലിയൊരു വണ്ടി. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, ഇവിടെ നിങ്ങൾക്ക് തോണി തന്നിട്ടുണ്ട്, ഇന്ധനമില്ലാതെ ഓടുന്നതാണ്. സൈക്കിളും ഇന്ധനമില്ലാതെ ഓടുന്നതാണ്. പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷയും JCBയും ഇന്ധനം വെച്ച് ഓടുന്ന വണ്ടികളാണ്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നമ്മുടെ മാത്സിലെയാണ് വന്നിട്ടുള്ളത്. അതായത് മക്കളെ, ഇവിടെ നമുക്ക് നമ്മുടെ കുറേ പേര്, ലാവണ്യക്കുട്ടിയും അതേപോലെ ലാവണ്യക്കുട്ടിയുടെ ഫ്രണ്ട്സും ഉണ്ട്. അവരുടെ കയ്യിലൊക്കെ 100 രൂപ നോട്ടുകളും 10 രൂപ നോട്ടുകളും 1 രൂപ നാണയങ്ങളും ഉണ്ട്. ഇത് ഓരോന്ന് നോക്കിയിട്ട് ആകെ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ലാവണ്യക്കുട്ടിയുടെ കയ്യിൽ 3 100 രൂപ നോട്ടുണ്ട്. അപ്പൊ 300ആയി. 10 രൂപ നോട്ടില്ല. ഇനി 4 1 രൂപ നോട്ടുണ്ട്. അപ്പൊ 300 + 4 304 എന്ന് കിട്ടും. ഇനി നമ്മുടെ സജിക്കുട്ടിന്റെ കയ്യിൽ 100 രൂപ നോട്ടില്ല, 3 10 രൂപ നോട്ടുണ്ട്. അപ്പൊ 30 രൂപയായി. ഇനി 1 രൂപയുടെ 6 നാണയങ്ങളുണ്ട്. അപ്പൊ ടോട്ടൽ 36 രൂപ. ഇനി അടുത്ത നമ്മുടെ റസിയക്കുട്ടിയുടെ കയ്യിൽ 2 100 രൂപ നോട്ടുണ്ട്, 200, 5 10 രൂപ നോട്ടുണ്ട്, 50. അപ്പൊ എത്രയാണ്? 200 + 50 250. ഇനി ലാസ്റ്റ് നമ്മുടെ ശിവദാസിന്റെ കയ്യിൽ 1 100 രൂപ നോട്ട് 100, 2 10 രൂപ നോട്ട് 20, 2 1 രൂപ നോട്ട്. അപ്പം 122 എന്ന് കിട്ടും. സിമ്പിൾ. ഓക്കെ, ഇനി ഓരോരുത്തരുടെയും കയ്യിലുള്ള തുകയെ അവരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഏറ്റവും വലുത് ഏതാ? നമ്മുടെ 304 304 ആണ്. ദെൻ നമ്മുടെ 250 250 ആണ്. ദെൻ 122 122. ലാസ്റ്റ് നമ്മുടെ 36. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആകെ 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അല്ലെ. അപ്പൊ 2 മലയാളം ക്വസ്റ്റ്യൻസും പിന്നെ 2 മാത്സും
ആണ് നിങ്ങളോട് ചോദിക്കാം നമ്മുടെ ഇൻ്റഗ്രേഷൻ ഡേ 3. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു കൃഷിത്തോട്ടം ഒരുക്കാം. ഇവിടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഏത് ഭാഗത്തു നിന്നാണ് നടേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മരച്ചീനി കമ്പിൽ നിന്നാണ്, പടവലമാണെങ്കിൽ വിത്താണ്, കോവലാണെങ്കിൽ കമ്പാണ്, ചേനയാണെങ്കിൽ നിങ്ങൾക്ക് കായ എന്ന് എഴുതി കഴിഞ്ഞാലും അല്ലെങ്കിൽ കിഴങ്ങ് എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. നെക്സ്റ്റ് ആണ് നമ്മുടെ പയർ വിത്ത് നിന്നാണ്, കറിവേപ്പ് തയ്യ് അല്ലെങ്കിൽ വേരെന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സസ്യങ്ങൾ നട്ടു വളർത്തേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റർ. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ടൊരു പെട്ടിക്കൂടൊക്കെ വരയ്ക്കുക, വേണമെങ്കിൽ ചിത്രമൊക്കെ വരച്ച് ഭംഗിയാക്കുക, ചെടികൾ നട്ടു വളർത്തൂ, പ്രകൃതിയെ സ്നേഹിക്കൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഡേ 3. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് പറയണം കേട്ടോ, അപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനം ആവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് മക്കളെല്ലാവരും പറയും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇനി ഇന്നത്തെ ലൈവ് 7:30 നമ്മുടെ ഇംഗ്ലീഷ് ആണ്, നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് മക്കളെ. അതായത് നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ഫൈനൽ ലൈവ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരിക. നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയാലും അറ്റാച്ച്ഡ് സ്കൂൾസിൻ്റെ കേസ് ആയാലും ഇന്ന് എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ലൈവിലോട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.